Dears, welcome back to GST classes. Topic is types of GST returns. GST return is a form that a taxpayer registered under GST law must file. GST law പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടാക്സ് പെയർ നിർബന്ധമായും ഫയൽ ചെയ്തിരിക്കേണ്ട ഫോമാണ് GST റിട്ടേൺ എന്ന് പറയുന്നത്. Total 22 forms are there. അതിൽ active forms 11. 3 forms are suspended. Other rest of the 8 forms are only view in nature. View only in nature. 8 returns, 8 forms, return forms. 3 are suspended. 11 forms active ആണ്. Okay. Number and type of GST return is based on the type of registered taxpayer. അപ്പോൾ ആരൊക്കെയാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് GST റിട്ടേൺ ആണ്. ഏത് തരം റിട്ടേണുകളൊക്കെയാണുള്ളത്, ടാക്സ് പെയർ ഫയൽ ചെയ്തിരിക്കേണ്ട റിട്ടേണുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ 22 റിട്ടേൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. എൻ്റയർ ലോ നോക്കുകയാണെങ്കിൽ 22 റിട്ടേൺസ് ഉണ്ട്. അതിൽ 11 റിട്ടേൺസ് ആണ് ആക്റ്റീവായിട്ടുള്ളത്, 3 റിട്ടേണുകൾ സസ്പെൻഡാണ്, അതേപോലെ 8 റിട്ടേൺസ് വ്യൂ ഓൺലി ഇൻ നാച്ചറാണ്. ഓക്കെ, റീഡ് ഓൺലി, വ്യൂ ഓൺലി ആയിട്ടുള്ള റിട്ടേണുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ നമ്പർ, ടൈപ്പ്, ഒരു ടാക്സ് പെയർ ഇത്ര റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം, ഇത്ര എണ്ണം, അതുപോലെ ഇന്ന റിട്ടേണുകളൊക്കെ ഫയൽ ചെയ്തിരിക്കണം. അത് തീരുമാനിക്കുന്നത് എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ്? ടൈപ്പ് ഓഫ് രജിസ്റ്റേർഡ് ടാക്സ് പെയർ നോക്കിയിട്ടാണ്. അതായത് റെഗുലർ ടാക്സ് പെയർ ആണോ, കോമ്പോസിഷൻ സ്കീമാണോ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണോ, TDS ഡിഡക്ടർ ആണോ, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണോ, അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണോ, അല്ലെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണോ, ഇവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഈ പറയപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആരാണെന്ന് നോക്കിയിട്ടാണ് ഇവിടെ ഏത് റിട്ടേൺ ഫയൽ ചെയ്യണം, അതേപോലെ എത്ര എണ്ണം റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, ടൈപ്സ് ഓഫ് GST റിട്ടേൺസ്. ഒന്നാമത്തെ ടൈപ്പാണ് GSTR1. GSTR1 എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഔട്ട്വാർഡ് സപ്ലൈസ്. ഈ ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ നടത്തിയിരിക്കുന്ന ഔട്ട്വാർഡ് സപ്ലൈസിൻ്റെ കണക്കുകൾ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന റിട്ടേൺ ആണ് GSTR1 എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫയൽഡ് ബൈ ഓൾ നോർമൽ ടാക്സ് പേയേഴ്സ്. അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് ടൈം നോക്കുകയാണെങ്കിൽ മന്ത്ലി, ബൈ 11th of every month. If annual turnover exceeds ₹5 crore or not opted QRMP scheme. ഈ ഒരു റിട്ടേൺ ഫയലിംഗ് ടൈം വരുന്നത് 11th of every month എന്ന് പറയപ്പെട്ട ടൈം, മന്ത്ലി വരുന്നത് ആനുവൽ ടേൺ ഓവർ 5 crore 5 crore എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ്. ഓക്കെ, 5 crore കൂടുതലുണ്ട്, അല്ലെങ്കിൽ QRMP സ്കീം ഓപ്റ്റ് ചെയ്തിട്ടില്ല. QRMP സ്കീം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് സ്കീം. അതാണ് QRMP സ്കീം എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് മന്ത്ലിയാണ്, എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. അങ്ങനെയുള്ള സ്കീം അത് ഓപ്റ്റ് ചെയ്തിട്ടുമില്ല. ആനുവൽ ടേൺ ഓവർ 5 crore എക്സീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ GSTR1 റിട്ടേൺ ഫയലിംഗ് ടൈം വരിക 11th of every month ആണ്. ഓക്കെ, ഇനി ക്വാർട്ടർലിയും ആവാം. എപ്പോൾ QRMP സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഡേറ്റ് വരിക, ആ ഒരു റിട്ടേൺ ഫയലിംഗ് ടൈം വരിക ക്വാർട്ടർലി ബൈ 13th of the month ഫോളോയിങ് എവറി ക്വാർട്ടർ. ഓരോ ക്വാർട്ടറും കഴിഞ്ഞിട്ട് വരുന്ന മന്തിലെ ആ 13th ഡേറ്റ്, 13ാം തീയതി, ആ മാസത്തിലെ 13ാം തീയതി, മന്ത് ഫോളോയിങ് എവറി ക്വാർട്ടർ 13th ഡേറ്റ് വരും. ഓക്കെ, അതാണ് GSTR1 കുറിച്ച് പറയാനുള്ളത്. ഇനി GSTR2. GSTR2 ഉൾക്കൊള്ളുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻവാർഡ് സപ്ലൈസ്.
ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻവാർഡ് സപ്ലൈസ്. GSTR 1 കുറിച്ച് നമ്മൾ പറഞ്ഞു ഔട്ട്വാർഡ് സപ്ലൈസ് ആണ്. ഇവിടെ ഇൻവാർഡ് സപ്ലൈസ്. ഓക്കെ, ഫൈൽഡ് ബൈ ഓൾ നോർമൽ ടാക്സ് പേയേഴ്സ്. ഇറ്റ് ഈസ് സസ്പെൻഡഡ് സിൻസ് 2017. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു റിട്ടേൺ ആണ് GSTR 2 സിൻസ് 2017. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി GSTR 2A. GSTR 2A മറ്റൊരു റിട്ടേൺ ആണ്. ഡീറ്റെയിൽസ് ഓഫ് ഓട്ടോ ഡ്രാഫ്റ്റഡ് സപ്ലൈസ് ആണ് ഇതിൽ കാണുക. ഡീറ്റെയിൽസ് ഓഫ് ഓട്ടോ ഡ്രാഫ്റ്റഡ് സപ്ലൈസ്, അതായത് പർച്ചേസ് റിലേറ്റഡ് ഡൈനാമിക് ടാക്സ് റിട്ടേൺ. വെൻ എ സപ്ലയർ ഫയൽസ് GSTR 1 ദ ഇൻഫർമേഷൻ ഈസ് ക്യാപ്ചേർഡ് ഇൻ GSTR 2A. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് ആണ്. ഇത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഓരോ ടാക്സ് പെയറും ഓരോ രജിസ്റ്റേർഡ് സപ്ലയറും GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ ഇൻഫർമേഷൻസൊക്കെ എവിടെ വന്നിട്ടുണ്ടാവും? GSTR 2A എന്ന റിട്ടേണിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഓട്ടോ ജനറേറ്റഡ് റീഡ് ഓൺലി ഡോക്യുമെൻ്റ് ആണ്. വിച്ച് ഈസ് ഫോർ ഇൻഫർമേഷൻ പർപ്പസ് ഓൺലി. ഓക്കെ, വിച്ച് ഈസ് ഫോർ ഇൻഫർമേഷൻ പർപ്പസ് ഓൺലി. അതാണ് പറഞ്ഞത് നോ നീഡ് ഓഫ് ഫയലിംഗ് GSTR 2A ബൈ ദ ടാക്സ് പെയർ. ഇറ്റ് ഈസ് എ റീഡ് ഓൺലി ഡോക്യുമെൻറ്റ്. റീഡ് ഓൺലി ഓർ വ്യൂ ഓൺലി എന്നൊക്കെ പറയാം. വിത്ത് എ ലിസ്റ്റ് ഓഫ് ഓൾ ഇൻവോയ്സസ് ഫ്രം ദ വേരിയസ് സപ്ലയേഴ്സ് ഡ്യൂറിങ് എ മന്ത്. ഒരു മാസത്തിൽ ഒരു മാസക്കാലയളവിൽ വേരിയസ് സപ്ലയേഴ്സ് ടാക്സ് പേയേഴ്സ് ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺസ് ഒക്കെ അതിൽ കാണും. അതൊരു റീഡ് ഓൺലി ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ടാക്സ് പെയർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു ഓട്ടോ ജനറേറ്റഡ് ഫയൽ എന്താണ് റിട്ടേൺ ആണ് GSTR 2A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരുന്നത് GSTR 1, GSTR 5, 6, 7, 8 നമ്മൾ ശേഷം പഠിക്കും. GSTR 5, GSTR 6, GSTR 7, GSTR 8 ഒക്കെ പറയും. അതാണ് ശരിക്കും ഈ GSTR 2A എന്നതിലെ സോഴ്സ്. അതാണ് ഡീറ്റെയിൽസ്. അതിലുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് വ്യൂ ഓൺലി അല്ലെങ്കിൽ റീഡ് ഓൺലി ഡോക്യുമെൻ്റ് ആണ് എന്ന് ഓർമ്മിക്കുക. റിട്ടേൺ ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അതാണ് GSTR 2A. ഇനി GSTR 2B. GSTR 2Bയും ഈ പറയപ്പെട്ടതുപോലെ 2A പറയപ്പെട്ടതുപോലെ ഓട്ടോ ഡ്രാഫ്റ്റഡ് ITC സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും ഒരു വ്യൂ ഓൺലി ആണ്, എന്നാൽ സ്റ്റാറ്റിക് GST റിട്ടേൺ ആണ്. അതാണ് ഓർമ്മിക്കേണ്ടത്. അവിടെ നേരത്തെ ഡൈനാമിക് ആയിരുന്നു. GSTR 2A എന്ന് പറയുമ്പോൾ അത് ഡൈനാമിക് ആയിരുന്നു. ഇവിടെ സ്റ്റാറ്റിക് ആണ്. വ്യൂ ഓൺലി സ്റ്റാറ്റിക് GST റിട്ടേൺ ഇമ്പോർട്ടൻ്റ് ഫോർ ദ റെസിപ്പിയൻറ്റ്. വ്യൂ ഓൺലി സ്റ്റാറ്റിക് GST റിട്ടേൺ ഇമ്പോർട്ടൻ്റ് ഫോർ ദ റെസിപ്പിയൻറ്റ്. ഓക്കെ, കാരണം ITC സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ നോർമൽ ടാക്സ് പെയർ, സെസ് ആൻഡ് കാഷ്വൽ ടാക്സ് പെയർ, ഇവരൊക്കെയാണ് ഇതിൽ ഫയൽ ചെയ്തിരിക്കേണ്ടത്. GSTR 2B. വെദർ ഓർ നോട്ട് ഓപ്റ്റഡ് ഫോർ QRMP scheme. It is immaterial. Opting QRMP scheme or not. It provides eligible and ineligible ITC for each month. അപ്പോൾ ITC സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് GSTR 2B എന്ന് ഓർമ്മിക്കുക. ഈ ഒരു റിട്ടേൺ വന്നത് ഓഗസ്റ്റ് 2020 ഓൺവേർഡ്സ് ആണ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ITC ഓൺ ഇമ്പോർട്ട്സ്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ GSTR 2Bയിലെ ഡീറ്റെയിൽസ് ബേസ്ഡ് ഓൺ GSTR 1, GSTR 5 ആൻഡ് GSTR 6. നമ്മൾ GSTR 2A പറയുമ്പോൾ അതിലെ ഡീറ്റെയിൽസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? GSTR 1, 5, 6, 7 ആൻഡ് 8 ആണ്. എന്നാൽ GSTR 2Bയുടെ കാര്യത്തിൽ ഡീറ്റെയിൽസ് ബേസ് ചെയ്യുന്നത് GSTR 1, GSTR 5 ആൻഡ് GSTR 6 ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് GSTR 2A ആൻഡ് GSTR 2B. അപ്പോൾ ഓരോന്നും എന്താണെന്ന് റിട്ടേണുകളെക്കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് GSTR 3.
ഇറ്റ് ഈസ് സസ്പെൻഡ്. വൺ ഓഫ് ദ സസ്പെൻഡ് റിട്ടേൺസ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട GSTR റിട്ടേൺ ആണ് GSTR3. ഇതിൽ ഉൾക്കൊള്ളുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഔട്ട്വാർഡ് ആൻഡ് ഇൻവാർഡ് സപ്ലൈസ്, ITC, ടാക്സ് പെയ്ഡ് ആൻഡ് പേയബിൾ. നോർമൽ ടാക്സ് പെയർ ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതേപോലെ ഓട്ടോ ജനറേറ്റഡ് ബേസ്ഡ് ഓൺ GSTR1 ആൻഡ് GSTR2 റിട്ടേൺസ് ആണ്. GSTR1ൻ്റെയും GSTR2 എന്നതിൻ്റെയും ഒരു ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് GSTR3. അതാണ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഔട്ട്വാർഡ് ആൻഡ് ഇൻവാർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞത്. ഔട്ട്വാർഡ് സപ്ലൈ ആണ് GSTR1, ഇൻവാർഡ് സപ്ലൈ ആണ് GSTR2. അതിൻ്റെ ഒരു രണ്ടും കൂടെ വരുന്നതാണ് GSTR3. ഓട്ടോ ജനറേറ്റഡ് ബേസ്ഡ് ഓൺ GSTR1 ആൻഡ് GSTR2 റിട്ടേൺസ്. ഓക്കെ, ഇനി GSTR3B നോക്കാം. മറ്റൊരു റിട്ടേൺ ആണ് GSTR3B. സിമ്പിൾ റിട്ടേൺ കണ്ടെയ്നിങ് സമ്മറി ഓഫ് ഔട്ട്വാർഡ് ആൻഡ് ഇൻവാർഡ് സപ്ലൈസ് ലാബിൾ ടു റിവേഴ്സ് ചാർജ്. കണ്ടോ, റിവേഴ്സ് ചാർജ് വന്നിരിക്കുന്ന ഇൻവാർഡ് സപ്ലൈസ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈസ്, അതിൻ്റെ സമ്മറി കാണിക്കുന്നൊരു സിമ്പിൾ റിട്ടേൺ ആണ് GSTR3B. അതേപോലെ എലിജിബിൾ ITC, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. സ്മോൾ ടാക്സ് പേയേഴ്സ് ഹാവിംഗ് ടേൺ ഓവർ ലെസ് ദാൻ 5 crore ക്യാൻ ഫയൽ GSTR3B ക്വാർട്ടർലി വിത്ത് മന്ത്ലി പേയ്മെൻറ്റ്. അതാണ് QRMP. ക്വാർട്ടർലി വിത്ത് മന്ത്ലി പേയ്മെൻറ്റ്. ഫയലിംഗ് ക്വാർട്ടർലി ആണ്, എന്നാൽ പേയ്മെൻറ്റ് മന്ത്ലി ആണ്. അങ്ങനെ 5 crore ലെസ് ദാൻ ടേൺ ഓവർ വരുന്ന സ്മോൾ ടാക്സ് പേയേഴ്സിന് ഈ ഒരു GSTR3B റിട്ടേൺ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം GSTR4. GSTR4 എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഡീലറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിട്ടേൺ ബൈ കോമ്പോസിഷൻ ഡീലർ. ഇറ്റ് ഹാസ് റീപ്ലേസ്ഡ് ബൈ GSTR9A. കോമ്പോസിഷൻ ഡീലർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഏതാണെന്ന് ചോദിച്ചാൽ GSTR4 അല്ല, ശരിക്കും GSTR9A ആണ്. GSTR9A. GSTR9 എല്ലാവർക്കും അറിയാം, നമ്മൾ ആനുവൽ റിട്ടേൺ. എവറി ടാക്സ് പെയർ, എല്ലാ ടാക്സ് പെയറും ആനുവൽ റിട്ടേൺ സമർപ്പിച്ചിരിക്കേണ്ട റിട്ടേൺ ആണ് GSTR9. അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ GSTR4 ആയിരുന്നു കോമ്പോസിഷൻ ഡീലറുമായി ബന്ധപ്പെട്ടത്. കോമ്പോസിഷൻ ഡീലർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ GSTR4 ആയിരുന്നു. എന്നാൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് GSTR9A. GSTR9A ആനുവൽ റിട്ടേൺ ബൈ കോമ്പോസിഷൻ ഡീലറാണ്. ഓക്കെ, നമുക്ക് പറയാം GSTR4 ആരുമായി ബന്ധപ്പെട്ടതാണ്? കോമ്പോസിഷൻ ഡീലറുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതിനെ GSTR9A റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെട്ട ഒരു റിട്ടേൺ ആണ് GSTR4. ദ നെക്സ്റ്റ് ഈസ് GSTR5. എന്താണ് GSTR5? GSTR5 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ് അത് ഫയൽ ചെയ്യുന്നത്. ഫയൽഡ് മന്ത്ലി ബൈ ദ 20th ഓഫ് ഈച്ച് മന്ത്. ഫയൽഡ് മന്ത്ലി ബൈ ദ 20th ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസവും 20ാം തീയതിയാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ GSTR5 ആരുമായി ബന്ധപ്പെട്ടതാണ്? നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഇനി GSTR6. GSTR6 ഈസ് റിലേറ്റഡ് വിത്ത്, ഇറ്റ് ഈസ് ഫയൽഡ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറാണ് GSTR6 റിട്ടേൺ ഫയൽ ചെയ്തിരിക്കേണ്ടത്. അതിൻ്റെ ഡ്യൂ ഡേറ്റ് 13th ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസവും 13th ഓഫ് ഈച്ച് മന്ത്, 13ാം തീയതി. നെക്സ്റ്റ് റിട്ടേൺ ആണ് GSTR7. പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്റ്റ് TDS. അവർ സബ്മിറ്റ് ചെയ്തിരിക്കേണ്ട റിട്ടേൺ ആണ് GSTR7. ഡ്യൂ ഡേറ്റ് 10th ഓഫ് ഈച്ച് മന്ത്. GSTR8 ഈസ് റിലേറ്റഡ് വിത്ത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഡ്യൂ ഡേറ്റ് 10th ഓഫ് എവറി മന്ത്. എല്ലാ മാസവും 10ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ്. GSTR8 ഫയൽഡ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. GSTR9 നമ്മൾ പറഞ്ഞു ആനുവൽ റിട്ടേൺ ആണ് എവറി ടാക്സ് പെയർ. ഡ്യൂ ഡേറ്റ് എന്താണ്? ബൈ ദ 31st December എവറി ഇയർ. ഫിനാൻഷ്യൽ ഇയറിലെ
31st December. അതാണ് ആനുവൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ്. എവറി ടാക്സ് പെയർ GSTR 9 ആണ് ഫോം. എന്നാൽ പേഴ്സൺസ് നോട്ട് ടു സബ്മിറ്റ് GSTR 9 ആർ ആരൊക്കെയാണെന്ന് നോക്കാം. GSTR 9 സബ്മിറ്റ് ചെയ്യേണ്ടതില്ലാത്ത ആളുകൾ, ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതില്ലാത്ത ആളുകൾ, GSTR 9 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്തവരാണ് കോമ്പോസിഷൻ ഡീലർ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ISD മീൻസ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, നോൺ റെസിഡൻറ്റ്, അതേപോലെ പേഴ്സൺസ് പേയിങ് TDS. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ GSTR 4 മുതൽ GSTR 8 വരെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരാരും തന്നെ GSTR 9 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പിന്നെ ഉള്ളതാണ് GSTR 9A. നമ്മൾ പറഞ്ഞു GSTR 4നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന കോമ്പോസിഷൻ ഡീലർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കേണ്ട ബൈ 31st December എവറി ഇയർ, ഫിനാൻഷ്യൽ ഇയർ, ആ ഒരു റിട്ടേൺ ആണ് GSTR 9A. മറ്റൊന്നാണ് GSTR 10. നമ്മളൊരു പ്രത്യേക വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ഒരു റിട്ടേൺ ആണ് GSTR 10. ദാറ്റ് ഈസ് ഫൈനൽ റിട്ടേൺ. ഫൈനൽ റിട്ടേൺ ആരാ സബ്മിറ്റ് ചെയ്യേണ്ടത്? മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പല ആളുകളും ആനുവൽ റിട്ടേണും ഫൈനൽ റിട്ടേണും തമ്മിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുത്താറുണ്ട്. അപ്പോൾ എന്താണ് ഫൈനൽ റിട്ടേൺ? ആനുവൽ റിട്ടേൺ തന്നെ എല്ലാ ടാക്സ് പെയറും, റെഗുലർ ടാക്സ് പെയർ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ GSTR 9. അത് കോമ്പോസിഷൻ ഡീലറാണെങ്കിൽ GSTR 9A എന്നൊക്കെ ഓർമ്മിക്കുക. എന്നാൽ GSTR 10 എന്താണ്? ഫൈനൽ റിട്ടേൺ ആണ്. ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മീൻസ് എന്താ? ഇനിയൊന്നും ഇല്ല എന്നുള്ളതാണ്. ആനുവൽ മീൻസ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഫൈനൽ മീൻസ് ലാസ്റ്റ്, ഓൺ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി, എന്നാൽ അയാൾ വിത്തിൻ 3 months ഓഫ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR 10 എന്ന് പറയുന്നത്. അപ്പോൾ GSTR 10 ഈസ് റിലേറ്റഡ് വിത്ത് ഫൈനൽ റിട്ടേൺ എന്ന് ഓർമ്മിക്കുക. ഈ ഫൈനൽ റിട്ടേൺ വരുന്നത് ഓൺ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ഡ്യൂ ഡേറ്റ് വിത്തിൻ 3 months ഓഫ് ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് റിട്ടേൺ ആണ്. റിട്ടേൺ അണ്ടർ GST. ഒരു ടാക്സ് പെയർ ഫയൽ ചെയ്തിരിക്കേണ്ട റിട്ടേൺസ്, GST റിട്ടേൺസ്, അതിൻ്റെ പല ടൈപ്പുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ഓർമ്മിക്കേണ്ട കാര്യം, ഈ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് GST റിട്ടേൺ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് രജിസ്റ്റേർഡ് ടാക്സ് പെയർ സച്ച് ആസ് റെഗുലർ ടാക്സ് പെയർ, കോമ്പോസിഷൻ സ്കീം, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, TDS ഡിഡക്ടർ, നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ കാര്യം ഓർമ്മിക്കുക. ഓരോ ആളുടെ ടൈപ്പ് നോക്കിയിട്ടാണ് ഏതൊക്കെ റിട്ടേണുകളാണ് ഫയൽ ചെയ്യേണ്ടതെന്നും എത്ര റിട്ടേൺ ഫയൽ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see again with another topic in another video. Thank you for all.